എല്ലാവർക്കും പുതിയൊരു സൈക്കോളജിയുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ഫീമെയിൽ അസിസ്റ്റന്റ് പ്രസന്റ് ഓഫീസർ പരീക്ഷ എഴുതുന്ന നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ടോപ്പിക്സിലെ സൈക്കോളജിയുടെ 6ാമത്തെ ക്ലാസ്സാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. അപ്പം ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, അഭിപ്രേരണയാണ് അഥവാ മോട്ടിവേഷനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത്. അപ്പം നമ്മുടെ ക്ലാസ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഹൈപ്പ് ചെയ്തിട്ടൊന്ന് കാണാൻ ശ്രമിക്കണേ. അതുപോലെ തന്നെ ക്ലാസ് അവസാനം വരെ നിങ്ങളൊന്ന് കാണാൻ ശ്രമിക്കുകയും വേണം. അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലോട്ട് കടക്കാൻ പോകാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അഭിപ്രേരണയാണ്. അഭിപ്രേരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതിൻ്റെ ഇംഗ്ലീഷ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, മോട്ടിവേഷൻ. അപ്പോൾ നമ്മളെല്ലാവരും കേൾക്കുന്നതാണ്, നമ്മൾ ജീവിതത്തിലെല്ലാം, അതായത് നമ്മുടെ ഡെയിലി ലൈഫിൽ മോട്ടിവേഷൻ കാര്യങ്ങളും മോട്ടിവേഷൻ വീഡിയോസും ഒക്കെ കാണുന്നതാണ്. അപ്പോൾ നമ്മളത് സൈക്കോളജി പരമായിട്ട് എന്താണ് മോട്ടിവേഷൻ, അതിൻ്റെ നിർവചനങ്ങൾ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. മോട്ടിവേഷൻ അഥവാ അഭിപ്രേരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്നൊന്ന് നമുക്ക് നോക്കാം. മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരുന്ന ഊർജ്ജമാണ് അഭിപ്രേരണ. നമുക്കറിയാം, നമുക്കൊരാളൊരു മോട്ടിവേഷൻ തന്നു കഴിഞ്ഞാൽ എന്താണ്, നമ്മളൊരു ഊർജ്ജത്തെ പോലെ നമുക്കൊരു ഊർജ്ജം കിട്ടും. എന്തെങ്കിലും അച്ചീവ് ചെയ്യാനായിക്കോട്ടെ, എന്തെങ്കിലും ഒരു പരീക്ഷ പാസ്സാവാനായിക്കോട്ടെ, ഒരു ശക്തി പകരുന്നൊരു ഊർജ്ജം പോലെയല്ലേ നമുക്ക് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഡെയിലി ലൈഫിൽ തന്നെ നമ്മൾ അച്ചീവ് ചെയ്തവരുടെ വീഡിയോസും കാര്യങ്ങളും, അപ്പോൾ എക്സാമൊക്കെ ക്രാക്ക് ചെയ്ത് അച്ചീവ് ചെയ്തവരുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കൊരു മോട്ടിവേഷൻ വരും. അതുപോലെ തന്നെ നമ്മുടെ അധ്യാപകർ നമുക്കൊരു ഇന്ന പോലെ പഠിച്ചാൽ നിങ്ങളെ കൊണ്ട് കഴിയും എന്നൊക്കെ പറഞ്ഞൊരു മോട്ടിവേഷൻ തരുമ്പോൾ എന്താണ്, നമുക്ക് ഒരു ഊർജ്ജം തരുന്ന പോലെയാണ്. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മനുഷ്യന്റെ പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരുന്ന ഊർജ്ജമാണ് അഭിപ്രേരണ അഥവാ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിന്റെ നിർവചനങ്ങൾ നോക്കാം. ഓരോ ആൾക്കാർ നിർവചനം നടത്തിയിട്ടുണ്ട് അഭിപ്രേരണ എന്താണെന്നുള്ളത്, അത് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഗിൽഫ്രോഡിന്റെ അഭിപ്രായത്തിൽ പ്രേരണ എന്നത് പ്രവർത്തനം തുടങ്ങാനും നിലനിർത്താനുമുള്ള പ്രവണത വളർത്തുന്ന പ്രത്യേക ആന്തരിക ഘടകമോ അവസ്ഥയോ ആണ് കേട്ടോ. അപ്പോൾ എന്താണ്, ഗിൽഫ്രോഡിൻ്റെ അഭിപ്രായത്തിൽ പ്രേരണ എന്നത് പ്രവർത്തനം തുടങ്ങാനും നിലനിർത്താനുമുള്ള പ്രവണത വളർത്തുന്ന പ്രത്യേക ആന്തരിക ഘടകമോ അവസ്ഥയോ ആണെന്നാണ് ഗിൽഫ്രോഡ് നിർവചനം നടത്തിയിട്ടുള്ളത്. അടുത്ത ആളുടെ നോക്കാം. അടുത്ത നിർവചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യ സ്വഭാവത്തെ ശക്തിപ്പെടുത്തുകയും നിലനിർത്തുകയും ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി വ്യക്തിയെ സജ്ജമാക്കി നിർത്തുകയും ചെയ്യുന്ന പ്രക്രിയയാണ് അഭിപ്രേരണ എന്ന് ബുഡ്സിൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ പഠിച്ചു നോക്കണം. നമുക്ക് തന്നെ ആ ഒരു നിർവചനം നമുക്ക് പെട്ടെന്ന് തന്നെ കണക്ട് ചെയ്യാൻ സാധിക്കും. എന്താണ്, മനുഷ്യ സ്വഭാവത്തെ അതായത് മനുഷ്യൻ്റെ സ്വഭാവത്തെ ശക്തിപ്പെടുത്തുകയും നിലനിർത്തുകയും, അതുപോലെ തന്നെ എന്തിനാണ് നമുക്ക് മോട്ടിവേഷൻ വേണ്ടത്, ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടിയല്ലേ. അപ്പോൾ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി വ്യക്തിയെ സജ്ജമാക്കി നിർത്തുകയും ചെയ്യുന്ന പ്രക്രിയയാണ് അഭിപ്രേരണ എന്ന് പറഞ്ഞിരിക്കുന്നത്. ആരാണ്? ബുഡ്സിനാണ് കേട്ടോ. ബുഡ്സിൻ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത കുറവാണ്. എന്നാലും നമ്മൾ പഠിച്ചിരിക്കണം, നമ്മുടെ സിലബസിലുണ്ട് ഈ നിർവചനങ്ങൾ. അടുത്ത നോക്കാം നമുക്ക്. അഭിപ്രേരണ എന്നാൽ ഒരു പ്രവർത്തനം തുടങ്ങാനും അത് ഊർജിതമായി തുടർന്ന് ചെയ്യാനും സഹായിക്കുന്ന എല്ലാ ആന്തരിക സാഹചര്യങ്ങളും ഉൾക്കൊള്ളുന്നു. അപ്പോൾ നമുക്ക് എന്താണ് ഒരു മോട്ടിവേഷൻ അഥവാ അഭിപ്രേരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു പ്രവർത്തനം തുടങ്ങാനും, നമുക്കറിയാം നമുക്കൊരു മോട്ടിവേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഒരു പ്രവർത്തനം തുടങ്ങാൻ സാധിക്കും. അപ്പോൾ ഒരു പ്രവർത്തനം തുടങ്ങാനും അത് ഊർജിതമായി തുടർന്ന് ചെയ്യാനും സഹായിക്കുന്ന എല്ലാ ആന്തരിക സാഹചര്യങ്ങളെയും ഉൾക്കൊള്ളുന്നതാണ് അഭിപ്രേരണ എന്ന് പറയുന്നത്. ക്ലിയർ ആണ്? നമുക്ക് അടുത്ത പോയിന്റിലോട്ട് പോവാം. ഇനി നമ്മുടെ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ആ വേർഡിൻ്റെ ഇത് നോക്കാം. മോട്ടം എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് മോട്ടിവേഷൻ എന്ന പദം രൂപം കൊണ്ടത് കേട്ടോ. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം, ഏത് പദത്തിൽ നിന്നാണ് മോട്ടിവേഷൻ രൂപം കൊണ്ടതെന്നൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാം. ഏതാണ്? മോട്ടം കേട്ടോ. മോട്ടം എന്ന് പറഞ്ഞ ലാറ്റിൻ പദത്തിൽ നിന്നാണ് മോട്ടിവേഷൻ എന്ന പദം രൂപം കൊണ്ടത്. ജീവിയിൽ ചലനമുണ്ടാക്കുന്ന പ്രക്രിയയാണ് ഈ മോട്ടം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ മോട്ടം എന്ന് പറഞ്ഞ ലാറ്റിൻ പദത്തിൻ്റെ അർത്ഥം എന്താണ്? ജീവിയിൽ ചലനമുണ്ടാക്കുന്ന പ്രക്രിയയാണിത് എന്നാണ് അതിൻ്റെ ഒരു അർത്ഥം വരുന്നത് കേട്ടോ. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം, ഏത് ലാറ്റിൻ പദത്തിൽ നിന്നാണ് മോട്ടിവേഷൻ എന്ന പദം രൂപം കൊണ്ടതെന്ന് ചോദിക്കാം. ഏതാണ് പദം? മോട്ടം എന്ന് പറഞ്ഞ ലാറ്റിൻ പദത്തിൽ നിന്നാണ് മോട്ടിവേഷൻ എന്ന പദം രൂപം കൊണ്ടത്. ക്ലിയർ ആണ്? അഭിപ്രേരണ ഒരാവശ്യമായി ബന്ധപ്പെട്ട് ജീവിയിൽ സൃഷ്ടിക്കപ്പെടുന്ന അവസ്ഥയാണ്. നമുക്കറിയാം നമുക്ക് എന്തിനാണ് ഈ ഒരു മോട്ടിവേഷൻ നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്? നമുക്ക് ഓരോ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനും നമ്മുടെ ലക്ഷ്യപ്രാപ്തിക്കുമൊക്കെ വേണ്ടിയല്ലേ നമുക്ക് മോട്ടിവേഷൻ വേണ്ടത്. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അഭിപ്രേരണ ഒരാവശ്യമായി ബന്ധപ്പെട്ട് ജീവിയിൽ സൃഷ്ടിക്കപ്പെടുന്ന അവസ്ഥയാണ് അഭിപ്രേരണ എന്ന് പറയുന്നത്. ക്ലിയർ ആണ്? ഈ ആവശ്യം ജീവിയെ ചലിപ്പിക്കുകയും ആവശ്യ സാക്ഷാത്കാരം സാധ്യമാക്കുന്നതിന് സഹായമായ ലക്ഷ്യത്തിലേക്ക് ജീവിയുടെ പ്രവർത്തനങ്ങളെ നയിക്കുകയും ചെയ്യുന്നു. നമുക്കറിയാം എന്താണ്,
നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ മാത്രമാണ് എന്താണ് നമുക്ക് നമ്മുടെ ഉള്ളിൽ അഭിപ്രേരണ ജനിക്കുന്നത്, അഭിപ്രേരണ ആവശ്യം വരുന്നത്. ആ അഭിപ്രേരണ കൊണ്ട് നമ്മൾ എന്താണ് ആ ആവശ്യത്തിന് വേണ്ടി ജീവിയെ ചലിപ്പിക്കുകയും ആവശ്യ സാക്ഷാത്കാരം സാധ്യമാക്കുന്നതിന് സഹായകരമായിട്ടുള്ള ലക്ഷ്യത്തിലേക്ക് ജീവിയുടെ പ്രവർത്തനങ്ങളെ നയിക്കുകയും ചെയ്യുന്നു. ഒരു ജീവിക്ക് അഭിപ്രേരണ ലഭിച്ചാലാണ് ഈ പറയുന്നത്. അതുപോലെ തന്നെ അഭിപ്രേരണയിൽ വിവിധ ഘട്ടങ്ങളായി പൂർത്തീകരിക്കാവുന്ന ഒരു ചാക്രിക ഗതി കാണാവുന്നതാണ്. അപ്പം ഇനിയൊരു നമ്മൾ പഠിക്കാൻ പോകുന്ന അഭിപ്രേരണ ചക്രമുണ്ട്. അത് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. പരീക്ഷയ്ക്ക് ചോദിക്കില്ല, എന്നാലും നിങ്ങളൊന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കണം. നമുക്ക് നോക്കാം. അഭിപ്രേരണ ചക്രം എന്ന് പറഞ്ഞാൽ ഇതാണ് ആ ചക്രം വരുന്നത്. ഫസ്റ്റ് നമുക്ക് എന്താണ് നമുക്ക് വേണ്ടത്? നീഡ്സ് ആണ്. നമ്മുടെ ഉള്ളിലൊരു ലക്ഷ്യം വേണം. ആ ലക്ഷ്യം ജനറേറ്റ് ചെയ്യാൻ എന്ത് വേണം? മോട്ടിവേഷൻ വേണം. ആ മോട്ടിവേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ആ ലക്ഷ്യത്തിലേക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ടെൻഷനും ഒരു ത്വരയും നമ്മുടെ ഉള്ളിൽ വരുത്തും. അതാണ് ടെൻഷൻ എന്ന് ഇവിടെ ഉപയോഗിക്കുന്നത്. ആ ടെൻഷൻ നമ്മൾ ലീഡ് ചെയ്ത് എന്താണ് നമ്മൾ ആക്ഷനിലോട്ട് കൊണ്ടുപോകും. ആക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് റിസൾട്ടിലോട്ട് കൊണ്ടുപോയി നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുമെന്നാണ് പറയുന്നത്. ഇതാണ് ആ ചക്രം എന്ന് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ നിങ്ങളുടെ പരീക്ഷയുമായിട്ട് കണക്ട് ചെയ്താൽ മതി. അപ്പം പുതിയൊരു തസ്തിക വരുവാണ്, നമ്മുടെ ഈ ഫീമെയിൽ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ തസ്തിക വരുവാണ്. അപ്പോൾ നമുക്കൊരു ആഗ്രഹം ഫീമെയിൽ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ ആവണം എന്നുള്ളൊരു നീഡ് വരും, നമ്മുടെ ഉള്ളിൽ നീഡ് വരും. അപ്പോൾ നമ്മൾ അതെങ്ങനെ ക്രാക്ക് ചെയ്യും? അതിൻ്റെ ചില സ്പെഷ്യൽ ടോപ്പിക്സ് ഉണ്ട്, പല ടോപ്പിക്സ് ഉണ്ട്, നല്ല പാടാണ് ക്രിയേറ്റ് ചെയ്യാൻ. അപ്പോൾ ഒരാൾ മോട്ടിവേഷൻ തന്നു, നമ്മുടെ ഉള്ളിൽ ഫീമെയിൽ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ ആവണം എന്നുള്ളൊരു ആഗ്രഹം വന്നു, നീഡ് വന്നു. അത് നമ്മൾ എന്നിട്ട് അതിന് വേണ്ടുന്ന മോട്ടിവേഷൻ നമുക്ക് കിട്ടി. അതാവാൻ വേണ്ടിയുള്ളത്, അതായത് മോട്ടിവേഷൻ എങ്ങനെ പഠിക്കണം, എങ്ങനെ പഠിച്ചാൽ അത് ആ പരീക്ഷ ലഭിക്കും എന്നുള്ള, ആ തസ്തിക ലഭിക്കും എന്നുള്ളൊരു മോട്ടിവേഷൻ കിട്ടി. ആ മോട്ടിവേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഉള്ളിൽ ടെൻഷനാണ്. ഒരാളൊരു മോട്ടിവേഷൻ ഇങ്ങനെ പഠിക്കണം, ഈ രീതിയിൽ നമ്മൾ പഠിച്ചു പോയാൽ ഈ പരീക്ഷ ക്രാക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ ഒരാൾ തന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഉള്ളിൽ ടെൻഷനാണ്. എങ്ങനെ നമുക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു ടെൻഷനാണ്. അത് പിന്നെ നമ്മുടെ ചിന്തയിലോട്ട് വരും. അതാണ് ഇവിടെ ടെൻഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ആ നമ്മുടെ ചിന്തയിലോട്ട് നമ്മുടെ ഒരു ആക്ഷൻ പ്ലാൻ ക്രിയേറ്റ് ചെയ്യും. അതാണ് ഇവിടെ ആക്ഷൻ എന്ന് പറയുന്നത്. ആക്ഷൻ പ്ലാൻ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ പരീക്ഷയ്ക്ക് പോകും. പരീക്ഷ നല്ല രീതിയിൽ എഴുതി നമ്മൾ റിസൾട്ട് വന്ന് തസ്തികയിൽ ജോലി കിട്ടി കഴിയുമ്പോൾ നമുക്ക് എന്താണ് സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അതാണ് ഈ അഭിപ്രേരണ ചക്രം എന്ന് പറഞ്ഞത്. ഒന്നുമില്ല, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യം നീഡ്സ് ജനറേറ്റ് ചെയ്യും, അതിനുശേഷം മോട്ടീവ് ക്രിയേറ്റ് ചെയ്യും, പിന്നെ ടെൻഷനായും ആ ടെൻഷൻ ലീഡ് ചെയ്ത് ആക്ഷനിലോട്ട് പോകും. ആക്ഷൻ വഴി നമുക്ക് റിസൾട്ട് കിട്ടി സാറ്റിസ്ഫാക്ഷൻ വരും. ഇത്രയേ ഉള്ളൂ അഭിപ്രേരണ ചക്രം എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ക്ലിയർ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. അഭിപ്രേരണ ചക്രത്തിൽ പ്രേരണ ജനിപ്പിക്കുന്ന ഒരാവശ്യമുണ്ടാകുന്നു. നമുക്കറിയാം ആദ്യം എന്താണ് പ്രേരണ ജനിപ്പിക്കുന്ന ഒരാവശ്യമുണ്ടാകും. മോട്ടിവേഷൻ വേണ്ടുന്ന ഒരാവശ്യം നമ്മൾ ആദ്യം ഉണ്ടാകുന്നു. അത് ഈ പ്രേരണ പിരിമുറുക്കം ഉണ്ടാക്കുകയും അതിൻ്റെ ലഘൂകരണത്തിനായി പ്രയത്നിക്കാൻ ജീവിയിൽ അഭിപ്രേരണ വളർത്തുകയും ചെയ്യുന്നു കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്താണ് വേണ്ടത്? പ്രേരണ ജനിപ്പിക്കുന്ന ഒരാവശ്യമുണ്ടാകും. നമുക്ക് ഫസ്റ്റ് ഒരു ആവശ്യമുണ്ടാകും. അതാണ് ഞാൻ ഇവിടെ പരീക്ഷയുമായിട്ട് കമ്പയർ ചെയ്തത്. നമുക്ക് ആദ്യം ഒരു പരീക്ഷ, ആ ഒരു തസ്തികയ്ക്ക് വേണ്ടി നമുക്ക് തസ്തിക വേണം, നമുക്കൊരു ആഗ്രഹം വരുന്നു. അതിനുശേഷം എന്താണ് ആ പ്രേരണ പിരിമുറുക്കം ഉണ്ടാക്കുകയും അതിൻ്റെ ലഘൂകരണത്തിനായി പ്രയത്നിക്കാൻ ജീവിയിൽ അഭിപ്രേരണ വളർത്തുകയും ചെയ്യുന്നു. അതായത് മോട്ടിവേഷൻ നമുക്ക് വേണം. അതിനുശേഷം അങ്ങനെ ജീവിയുടെ വ്യവഹാരം ലക്ഷ്യാത്മകമാകുന്നു കേട്ടോ. അങ്ങനെ ജീവിയുടെ വ്യവഹാരം ലക്ഷ്യാത്മകമാകുന്നു. അന്തിമഘട്ടത്തിൽ ജീവി ലക്ഷ്യത്തിലേക്ക് എത്തുകയും ആവശ്യം തൃപ്തമാകുകയും പ്രേരണയുടെ ശക്തി അവസാനിപ്പിക്കുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പം ജസ്റ്റായിട്ട് ഞാൻ പറഞ്ഞു അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പോയിന്റ്സ് ഉണ്ട്, നോക്കാം. ജീവി ഉന്നമാക്കിയ ലക്ഷ്യത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഉടനടി പ്രബലനം ലഭിക്കുന്നു. അപ്പം ജീവി ഉന്നമാക്കിയ ലക്ഷ്യത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഉടനടി പ്രബലനം ലഭിക്കുന്നു. അതുപോലെ തന്നെ അഭിപ്രേരണ ചക്രത്തിലെ ഈ ഉത്തേജക ബലത്തെ സൂചിപ്പിക്കാൻ സമാനം അഥവാ പ്രേരകം ഇൻസെൻറ്റീവ് എന്ന സംജ്ഞയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് അഭിപ്രേരണ ചക്രത്തിലെ ഈ ഉത്തേജക ബലത്തെ സൂചിപ്പിക്കാൻ സമ്മാനം അഥവാ പ്രേരകം ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്താണ് പ്രേരകം? ഞാൻ കുറച്ചുകൂടെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. പ്രേരക ശക്തി തൃപ്തിപ്പെടുത്തി വ്യക്തിയുടെ അഭിപ്രേരണ ശക്തമാക്കുന്ന വസ്തുക്കളാണ് പ്രേരകങ്ങൾ എന്ന് പറഞ്ഞത്. ഫസ്റ്റ് തന്നെ അതിൻ്റെ ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ കത്തും. ഫാക്ടറി തൊഴിലാളികൾക്ക് നൽകുന്ന ബോണസ് പ്രേരകത്തിന് ഉദാഹരണമാണ്. നമുക്കറിയാം പ്രൈവറ്റ് ഫീൽഡിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള കൂട്ടുകാരുണ്ട്, ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യും. നമ്മളിപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ കമ്പനി റവന്യൂ നല്ല രീതിയിൽ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ബോണസും കാര്യങ്ങളും അഥവാ ഇൻസെൻറ്റീവ് തരും എന്നും നമ്മളോടൊരു നമ്മുടെ ഹെഡ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? വർക്ക് ചെയ്യാനുള്ളൊരു ത്വര വരത്തില്ലേ, വർക്ക് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ വരത്തില്ലേ? നമ്മൾ കൂടുതൽ ടൈം വർക്ക് ചെയ്ത് ആ ഇൻസെൻറ്റീവിന് വേണ്ടി പണിയെടുക്കും. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണേ? പ്രേരക ശക്തി തൃപ്തിപ്പെടുത്തി വ്യക്തിയുടെ അഭിപ്രേരണ ശക്തമാക്കുന്ന വസ്തുക്കളാണ് പ്രേരകങ്ങൾ. അതിൻ്റെ ഉദാഹരണമാണ്
ഫാക്ടറി തൊഴിലാളിക്ക് നൽകുന്ന ബോണസ് പ്രേരകത്തിന് ഉദാഹരണമാണ്. നമുക്ക് കൂടുതൽ ബോണസ് കിട്ടിയാൽ എന്താണ്, നമുക്ക് ബോണസ് കിട്ടുമ്പോൾ നമുക്ക് എന്താണ് കൂടുതൽ പൈസ, ആർക്കാടെ പൈസയ്ക്ക് ആഗ്രഹമില്ലാത്ത, കൂടുതൽ പൈസ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ തവണ വർക്ക് ചെയ്യത്തില്ല ഇൻസെൻറ്റീവിന് വേണ്ടി. അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ പ്രേരക ശക്തി ഉണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ വർക്ക് ചെയ്യുമെന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അടുത്ത നമുക്ക് നോക്കാം, അഭിപ്രേരണയുടെ പ്രാധാന്യം എന്താണെന്ന് നോക്കാം. അഭിപ്രേരണയുടെ പ്രാധാന്യം പരീക്ഷയ്ക്ക് ചോദിക്കാം. ഒന്ന്, ജീവിക്കാനുള്ള ഊർജ്ജം വർദ്ധിപ്പിക്കുന്നു. നമുക്ക് ഓരോ ആഗ്രഹങ്ങളും ഫസ്റ്റ് തന്നെ നമ്മളൊരു വ്യക്തിയെ എടുത്തു കഴിഞ്ഞാൽ വ്യക്തിക്ക് ഒരു ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് എന്താണ് ജീവിക്കാനുള്ളൊരു ഊർജ്ജം വർദ്ധിപ്പിക്കത്തുള്ളൂ. അതാണ് ഇവിടെ പറയുന്നത്. മോട്ടിവേഷൻ്റെ പ്രാധാന്യം എന്താണ്, ജീവിക്കാനുള്ള ഊർജ്ജം വർദ്ധിപ്പിക്കുന്നു. അതുപോലെ തന്നെ പ്രകടനം മെച്ചപ്പെടുത്തുന്നു. നമുക്ക് മോട്ടിവേഷനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് നല്ല രീതിയിൽ പഠിക്കാനും അതുപോലെ തന്നെ നല്ല രീതിയിൽ വർക്ക് ചെയ്യാനും ഒക്കെ മെച്ചപ്പെട്ട രീതിയിലൊക്കെ നമ്മുടെ പ്രകടനം മെച്ചപ്പെടുത്താൻ സാധിക്കുന്നതാണ് നല്ലൊരു മോട്ടിവേഷൻ കിട്ടിയ. അതുപോലെ തന്നെ പ്രതിബദ്ധത വർദ്ധിപ്പിക്കുന്നു. അതുപോലെ തന്നെ സമയത്തെ കൂടുതൽ കാര്യക്ഷമമായി കൈകാര്യം ചെയ്യാൻ സാധിക്കും. നമുക്കറിയാം, ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ഉദ്യോഗാർത്ഥി ഒരു നല്ലൊരു മോട്ടിവേഷനും നല്ലൊരു ടൈം ടേബിളും ഒക്കെ അവൻ്റെ കിട്ടി കഴിഞ്ഞാൽ എന്താണ്, അവൻ നല്ല രീതിയിൽ ആ ടൈം എന്താണ് കൂടുതൽ കാര്യക്ഷമമായി കൈകാര്യം ചെയ്യാൻ സാധിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ നല്ലൊരു വ്യക്തിത്വം രൂപീകരിക്കാൻ സഹായിക്കും. നമുക്കറിയാം, ഒരു ബാഡ് ഹാബിറ്റ്സ് ഉള്ള വ്യക്തികളെയൊക്കെ ഒന്ന് ഉപദേശിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നല്ലൊരു മോട്ടിവേഷനും കൗൺസിലിങ്ങും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, അയാൾക്ക് നല്ലൊരു വ്യക്തിത്വം രൂപീകരിക്കാൻ ഇത് മോട്ടിവേഷൻ അഥവാ അഭിപ്രേരണ കൊണ്ട് സാധിക്കും. അതുപോലെ തന്നെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നു. നമുക്കറിയാം, നമുക്ക് ഒരാൾ മോട്ടിവേഷൻ എന്തിനാണ് തരുന്നത്, നമ്മുടെ ആത്മവിശ്വാസം കൂട്ടാനല്ലേ, അത് തന്നെ കണക്ട് ചെയ്തോണം. അഭിപ്രേരണ എന്തിനാണ് തരുന്നത്, ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ. അതുപോലെ തന്നെ നേതൃത്വ ഗുണം വർദ്ധിപ്പിക്കുന്നു. നേതൃത്വ ഗുണം വർദ്ധിപ്പിക്കുന്നു. അതുപോലെ തന്നെ ബന്ധങ്ങളെ മെച്ചപ്പെടുത്തുന്നു. എന്നിവയാണ് അഭിപ്രേരണയുടെ അഥവാ മോട്ടിവേഷൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞ് ഞാനൊന്നുകൂടെ പറയാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെക്കുക, പരീക്ഷയ്ക്ക് ചോദിക്കും. ഒന്നാമത്തെ ജീവിക്കാനുള്ള ഊർജ്ജം വർദ്ധിപ്പിക്കുന്നു. രണ്ടാമത്തെ പ്രകടനം മെച്ചപ്പെടുത്തുന്നു. മൂന്നാമത്തെ പ്രതിബദ്ധത വർദ്ധിപ്പിക്കുന്നു. സമയത്തെ കൂടുതൽ കാര്യക്ഷമമായി കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നു. നല്ലൊരു വ്യക്തിത്വം രൂപീകരിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. നേതൃത്വ ഗുണം വർദ്ധിപ്പിക്കുന്നു. ബന്ധങ്ങളെ മെച്ചപ്പെടുത്തുന്നു. എന്നിവയാണ് അഭിപ്രേരണയുടെ പ്രാധാന്യം എന്ന് പറയുന്നത്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് രണ്ടും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. അതായത് ആന്തരികവും ബാഹ്യവുമായ അഭിപ്രേരണകളുണ്ട്. അതായത് ഇൻട്രിൻസീവ് ആൻഡ് എക്സ്ട്രിൻസീവ് മോട്ടിവേഷൻ എന്നാണ് പറയുന്നത്. അഭിപ്രേരണകൾ രണ്ട് തരം. അപ്പോൾ ഏതൊക്കെയാണ്, ആന്തരിക അഭിപ്രേരണ അഥവാ ഇൻട്രിൻസീവ് മോട്ടിവേഷൻ. രണ്ടാമത്തെ ഏതാണ്, ബാഹ്യ അഭിപ്രേരണ അഥവാ എന്താണ് ബാഹ്യ അഭിപ്രേരണ അഥവാ എക്സ്ട്രിൻസീവ് മോട്ടിവേഷൻ. അപ്പോൾ എന്താണെന്ന് നോക്കാം. ആന്തരിക അഭിപ്രേരണയെ നൈസർഗിക അഭിപ്രേരണ എന്നും ബാഹ്യ അഭിപ്രേരണയെ കൃത്രിമ അഭിപ്രേരണ എന്നും പറയുന്നു. പരീക്ഷയ്ക്ക് ചോദിക്കാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. ആന്തരിക അഭിപ്രേരണയെ നൈസർഗിക അഭിപ്രേരണ എന്നും ബാഹ്യ അഭിപ്രേരണയെ എന്താണ് കൃത്രിമ അഭിപ്രേരണ എന്നും പറയുന്നു കേട്ടോ. ക്ലിയർ ആണ്. ഇനി നമുക്ക് നോക്കാം. ഇനി ആന്തരിക അഭിപ്രേരണ എന്താണെന്ന് നോക്കാം. ആന്തരിക അഭിപ്രേരണ എന്ന് പറഞ്ഞാൽ എന്താണ്, ആന്തരിക അഭിപ്രേരണയുള്ള വ്യക്തി ഒരു പ്രവൃത്തിയിൽ ഏർപ്പെടുത്തുന്നത് അയാൾ അതിൽ തൽപരനായതുകൊണ്ടും അതുവഴി അയാൾക്ക് സംതൃപ്തി ലഭിക്കുന്നത് കൊണ്ടുമാണ് ആന്തരിക അഭിപ്രേരണയിൽ ഏർപ്പെടുന്നത്. ഉദാഹരണം, ഫുട്ബോൾ കളിക്കാരൻ ഫുട്ബോൾ കളിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ബോയ്സ് ആയിരിക്കും കൂടുതൽ ഫുട്ബോൾ കളിക്കുന്നത്, നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ ഫുട്ബോൾ കളിക്കുമ്പോൾ നമുക്ക് എന്തിനാണ് നമ്മളിപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ തന്നെ നമുക്ക് കളിക്കാൻ PT പീരീഡ് കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. നിങ്ങൾക്കെല്ലാം അനുഭവം ഉണ്ടായിരിക്കും. സ്കൂളിൽ പഠിക്കുന്ന കാലത്തെയാണ് PT പീരീഡ് കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. അന്നേരം നമ്മൾ ഫുട്ബോൾ കളിക്കാനൊക്കെ പോകും. അന്നേരം നമ്മൾ എന്തിനാണ് ഫുട്ബോൾ കളിക്കുന്നത്, നമ്മൾ വളരെ ഇഷ്ടത്തോടും താല്പര്യത്തോടുമാണ് ആ ഫുട്ബോൾ കളിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, നമ്മുടെ ഉള്ളിലൊരു ആന്തരിക അഭിപ്രേരണയുണ്ട്. ആന്തരിക അഭിപ്രേരണ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നമ്മളൊരു കാര്യം ഇഷ്ടത്തോടെ, വളരെ ഇഷ്ടത്തോടെയും വളരെ ആഗ്രഹത്തോടെയും ചെയ്യുന്നതിനാണ് ആന്തരിക അഭിപ്രേരണ എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഇവിടെ പോയിന്റായിട്ട് പറഞ്ഞിരിക്കുന്നത്. ആന്തരിക അഭിപ്രേരണയുള്ള വ്യക്തി ഒരു പ്രവൃത്തിയിൽ ഏർപ്പെടുന്നത് അയാൾ അതിൽ തൽപരനായതുകൊണ്ടും അതുവഴി അയാൾക്ക് സംതൃപ്തി ലഭിക്കുന്നത് കൊണ്ടുമാണ്. അതിൻ്റെ ഉദാഹരണമാണ് ഫുട്ബോൾ കളിക്കാരൻ ഫുട്ബോൾ കളിക്കുന്നത്. ഫുട്ബോൾ കളിക്കാരൻ എന്തിനാണ് ഫുട്ബോൾ കളിക്കുന്നത്, അയാൾക്ക് എന്താണ് ഫുട്ബോൾ കളിക്കാൻ വളരെയധികം ഇഷ്ടമുള്ളത് കൊണ്ടും വളരെയധികം ആഗ്രഹമുള്ളത് കൊണ്ടുമാണ് അയാൾ ഫുട്ബോൾ കളിക്കുന്നത്. അതുകൊണ്ട് തന്നെ അയാൾ അവിടെ ആന്തരിക അഭിപ്രേരണ വഴിയാണ് അദ്ദേഹം ഫുട്ബോൾ കളിക്കുന്നത്. ഇനി രണ്ടാമത്തെ ബാഹ്യ അഭിപ്രേരണ എന്താണെന്ന് നോക്കാം. ബാഹ്യ അഭിപ്രേരണ എന്ന് പറഞ്ഞാൽ വ്യക്തിക്കും പ്രവർത്തനത്തിനും ബാഹ്യമായ അവസ്ഥയാണ് ബാഹ്യ അഭിപ്രേരണ എന്ന് പറഞ്ഞ്. ഇതിൽ സംതൃപ്തിയുടെ ഉറവിടം പ്രവർത്തനത്തിനുള്ളതല്ല. അഭിപ്രേരണയ്ക്ക് പ്രവർത്തനവുമായി ധർമ്മപരമായി ബന്ധമൊന്നുമില്ല.
അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ കണക്റ്റ് ആവും. ബാഹ്യ അഭിപ്രേരണയുടെ അഥവാ എക്സ്റ്റൻസീവ് മോട്ടിവേഷൻ്റെ ഉദാഹരണം എന്ന് പറഞ്ഞാൽ പരീക്ഷ പാസ്സാവാൻ പുസ്തകം വായിക്കുന്നത്. ഞാൻ ഒരു സിമ്പിൾ എക്സാമ്പിളായിട്ട് പറയാം. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ, സ്കൂളിൽ തന്നെയല്ല, ഏതൊരു പരീക്ഷയ്ക്ക് പോകുമ്പോൾ നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടാം, നീ പരീക്ഷയ്ക്ക് പഠിച്ചില്ലെങ്കിൽ നീ തോറ്റിട്ട് വന്നു കഴിഞ്ഞാൽ നിനക്ക് ഒരു തുള്ളി വെള്ളം തരത്തില്ല, അങ്ങനെയൊക്കെ നമ്മുടെ വീട്ടുകാർ പറയത്തില്ല. അപ്പം നമ്മളെന്താണ്, പേടിച്ച് പഠിച്ച് പരീക്ഷ പാസ്സാവാൻ വേണ്ടി പഠിക്കും, പേടിച്ച് പാസ്സാവും. അതായത് ഒരു കാര്യം ചെയ്യണമല്ലോ എന്നോർത്ത് പഠിക്കുന്നതാണ്. അതായത് ഒരു കാര്യം ചെയ്യണമല്ലോ എന്നോർത്ത് ചെയ്യുന്ന പ്രവൃത്തിയാണ്, ആ ഒരു അഭിപ്രേരണയാണ് ബാഹ്യ അഭിപ്രേരണ എന്ന് പറയുന്നത് കേട്ടോ. അപ്പം നമുക്കറിയാം അത് പരീക്ഷയുമായിട്ടാണ് ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പം സ്കൂൾ പരീക്ഷകളിലൊക്കെ നമ്മൾ അറിയാമല്ലോ, നമ്മുടെ വീട്ടിലൊക്കെ പറയുമല്ലോ, ഈ പരീക്ഷയ്ക്ക് തോറ്റിട്ട് വന്നാൽ നിനക്ക് നല്ല അടി കിട്ടുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്താണ്, ആ ഒരു പേടി കൊണ്ട് പഠിച്ചാലേ പാസ്സാവാൻ പറ്റുമെന്നുള്ളൊരു പേടി കൊണ്ട് പഠിച്ചു പോയി പാസ്സാവുന്നതുകൊണ്ടാണ് ആ ഒരു മോട്ടിവേഷൻ അഥവാ അഭിപ്രേരണയാണ് ബാഹ്യ അഭിപ്രേരണ എന്ന് പറയുന്നത് കേട്ടോ. അത് നോക്കാം നമുക്ക്. കുട്ടി എന്തെങ്കിലും പഠിക്കുന്നത് പഠനത്തിന് വേണ്ടിയല്ല, മറിച്ച് ബാഹ്യമായ എന്തോ പ്രതിഫലം ലഭിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ കണക്ട് ചെയ്യാമല്ലോ. അപ്പോൾ എന്താണ്, അവൻ എന്തിനാണ് പഠിച്ചത്? ബാഹ്യ അഭിപ്രേരണ പ്രകാരം അവൻ പഠിച്ചത് എന്താണ്, നമ്മുടെ വീട്ടിൽ നിന്നുള്ള വീട്ടുകാരുടെ അമ്മയുടെ അച്ഛൻ്റെ അടി കിട്ടാതിരിക്കാൻ വേണ്ടിയാണ് ആ കുട്ടി പഠിച്ചത്. അതുകൊണ്ടാണ് ആ കുട്ടിക്ക് ബാഹ്യമായ ഏതോ പ്രതിഫലം, അടി കിട്ടാതിരിക്കാൻ വേണ്ടിയാണ് ആ കുട്ടി പഠിച്ചത്. ക്ലിയർ അല്ലേ? അതാണ് ബാഹ്യ അഭിപ്രേരണ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആന്തരിക പ്രേരണയിൽ സ്വാഭാവികമായി ആവേശവും ഉത്തേജകവും അന്തർഭവിച്ചിട്ടുണ്ട്. അതിനാൽ ബാഹ്യ പ്രേരണയേക്കാൾ മെച്ചപ്പെട്ട ഫലം തരുന്നു. നമുക്ക് അത് നിങ്ങൾക്ക് തന്നെ കണക്ട് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ആന്തരിക നമ്മൾ ഇത്രയും ഒരു കാര്യം ആലോചിച്ചായി. നമ്മൾ ഈ ഒരു ഫീമെയിൽ അസിസ്റ്റൻറ്റ് പ്രൊഫഷൻ ഓഫീസർ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നു. നമ്മൾ ബാഹ്യ അഭിപ്രേരണ കൊണ്ടാണോ തയ്യാറെടുക്കുന്നത്? അതായത് മറ്റുള്ളവർ പറഞ്ഞത് നിനക്ക് ജോലി വേണമെന്ന് മറ്റുള്ളവരുടെ ആഗ്രഹം കൊണ്ടാണോ നമ്മൾ പഠിക്കുന്നത്? അല്ലല്ലോ. നമുക്ക് വളരെയധികം ഈ ഒരു ജോലിയോട് ഇഷ്ടവും താല്പര്യവും ആഗ്രഹവും തോന്നിയത് കൊണ്ടാണ് നമ്മൾ ആന്തരിക അഭിപ്രേരണയോട് കൂടി നമ്മൾ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്നത്. അങ്ങനെ ആരെങ്കിലും പഠിക്കുന്നില്ലെങ്കിൽ ആന്തരിക അഭിപ്രേരണ, അതായത് വളരെ ഇഷ്ടത്തോടെ തന്നെ പഠിക്കാൻ ദയവ് ചെയ്ത് ശ്രമിക്കുക. നമ്മൾ എന്തൊരു കാര്യവും വളരെ ഇഷ്ടത്തോടും ആഗ്രഹത്തോടും സമീപിച്ചു കഴിഞ്ഞാൽ ആ ആഗ്രഹം നല്ലതാണെങ്കിൽ, നിങ്ങൾ അതിനുവേണ്ടി എഫേർട്ട് ഇടുന്നുണ്ടെങ്കിൽ, വളരെയധികം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും നിങ്ങൾക്ക് മുമ്പിൽ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് മുമ്പിൽ ലഭിക്കുന്നതാണ്. അപ്പം നമ്മൾ കേരള PSC പഠിക്കുന്ന ആയിക്കോട്ടെ, ഏതൊരു എക്സാം ആയിക്കോട്ടെ, എന്ത് കാര്യമായിക്കോട്ടെ, നമ്മുടെ ആഗ്രഹം നല്ലതാണെങ്കിൽ, നമ്മൾ അതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കുന്നുണ്ടെങ്കിൽ, നല്ലൊരു ഇഷ്ടത്തോടെയാണ് അത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്കത് തീർച്ചയായിട്ടും ലഭിക്കും. അതാണ് ഇവിടെ പറയുന്നത്. ആന്തരിക പ്രേരണയിൽ സ്വാഭാവികമായി ആവേശവും ഉത്തേജകവും അന്തർഭവിച്ചിട്ടുണ്ട്. അതിനാൽ ബാഹ്യ പ്രേരണയേക്കാൾ മെച്ചപ്പെട്ട ഫലം നൽകുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളത് കണക്ട് ചെയ്തോണേ. ഇപ്പോൾ നമ്മുടെ ക്ലാസ് കാണുന്ന ആരെങ്കിലും കൂട്ടുകാർ ബാഹ്യ അഭിപ്രേരണയിൽ പഠിക്കുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ അവർ ദയവ് ചെയ്ത് ആന്തരിക അഭിപ്രേരണയിലോട്ട് മാറുക തന്നെ ചെയ്യണം. കാരണം നമ്മൾ ഒരു കാര്യം ഇഷ്ടപ്പെട്ടാലും, നമ്മളൊരു കാര്യം ആഗ്രഹിച്ചാലും മാത്രമേ നമുക്കത് ലഭിക്കത്തുള്ളൂ. മറ്റുള്ളവരുടെ, അതായത് ഒരു കാര്യം ചെയ്യണമല്ലോ എന്നോർത്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ജോലിയും ലഭിക്കില്ല. അത് നമുക്കൊരു സംതൃപ്തി തരില്ല. നമ്മളെപ്പോഴും ആന്തരിക അഭിപ്രേരണ, അതായത് ഇഷ്ടത്തോടെ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു പഠിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വളരെ ഇഷ്ടത്തോടും വളരെ താല്പര്യത്തോടും നമ്മൾ ക്ലാസ് കാണുക, അതുപോലെ തന്നെ പഠിക്കാനും ശ്രമിക്കുക. അപ്പം ആന്തരിക അഭിപ്രേരണയിലോട്ട് നമ്മുടെ കൂട്ടുകാരൊക്കെ എല്ലാം പോവുക, ആ രീതിയിൽ പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ആന്തരിക അഭിപ്രേരണയും അതുപോലെ തന്നെ ബാഹ്യ അഭിപ്രേരണയും തമ്മിലുള്ള ഡിഫറൻസും കാര്യങ്ങളും മനസ്സിലായല്ലോ. അപ്പോൾ നമ്മളെല്ലാം ഇനി മുതൽ എന്താണ്, ആന്തരിക അഭിപ്രേരണ വഴിയാണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ക്ലിയർ ആണ്. ഇനി നമുക്ക് അടുത്ത പോയിന്റ് പോകാം. പഠനത്തിനോട് അനുകൂലമായ മനോഭാവം സൃഷ്ടിക്കാൻ ആന്തരിക അഭിപ്രേരണ മൂലം സാധിക്കും. അത് തന്നെ നോട്ടിലത് പറയുന്നുണ്ട്. പഠനത്തിനോട് അനുകൂലമായ മനോഭാവം സൃഷ്ടിക്കാൻ ആന്തരിക അഭിപ്രേരണ മൂലം സാധിക്കും കേട്ടോ. അപ്പം നമ്മുടെ കൂട്ടുകാരെല്ലാം ആന്തരിക അഭിപ്രേരണ മൂലം വളരെ ഇഷ്ടത്തോടും വളരെ ആഗ്രഹത്തോടും ഈ ഒരു തസ്തികയ്ക്ക് വേണ്ടി പഠിക്കാൻ ശ്രമിക്കുക. അടുത്തത് നേടാനുള്ള അഭിപ്രേരണ, മോട്ടിവേഷൻ എന്താണെന്ന് നോക്കാം. നേടാനുള്ള അഭിപ്രേരണ സിദ്ധാന്തം ഹാർവാർഡ് സർവകലാശാലയിലെ MC ക്ലെലൻഡ് 1951 ആവിഷ്കരിച്ചു കേട്ടോ. അപ്പം നേടാനുള്ള അഭിപ്രേരണ സിദ്ധാന്തം ഹാർവാർഡ് സർവകലാശാലയിലെ MC ക്ലെലൻഡ് 1951 ആവിഷ്കരിച്ചു എന്നാണ് പറയുന്നത്. നമുക്ക് നേടാനുള്ള അഭിപ്രേരണ ഉയർന്ന തോതിൽ പുലർത്തുന്ന പഠിതാക്കൾ കഠിനമായി പ്രവർത്തിച്ച് പ്രവർത്തനങ്ങൾ നല്ല നിലയിൽ ചെയ്യും. നമുക്കറിയാമല്ലോ,
നമുക്കത് നമ്മുടെ ഡെയിലി ലൈഫുമായിട്ട് നമ്മൾ കണക്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്കെന്താണ് ഈ ഒരു തസ്തിക, ഈ ഒരു ജോലി വേണം എന്നുള്ള ഭയങ്കരമായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നതുകൊണ്ട് എന്താണ് നമ്മൾ ഉയർന്ന തോതിൽ നമ്മൾ എന്താണ് കഠിനമായിട്ട് പ്രവർത്തിക്കാൻ ശ്രമിക്കും. ആ കഠിനമായ പ്രവർത്തനങ്ങൾ നമ്മളെ നല്ല നിലയിൽ ചെയ്യാൻ നമ്മൾ ശ്രമിക്കും കേട്ടോ. അതാണ് ഇവിടെ പറയുന്നത്. നേടാനുള്ള അഭിപ്രേരണ ഉയർന്ന തോതിൽ പുലർത്തുന്ന പഠിതാക്കൾ കഠിനമായി പ്രവർത്തിച്ച് പ്രവർത്തനങ്ങൾ നല്ല നിലയിൽ ചെയ്യും. നേടാനുള്ള അഭിപ്രേരണയുള്ള പഠിതാവ് ഉന്നതമാകുന്ന വിജയ നിലവാരം നേടുന്നു കേട്ടോ. അപ്പം ഞാൻ കുറച്ചു മുമ്പേ പറഞ്ഞെന്താണ്, നേടാനുള്ള അഭിപ്രേരണയുള്ള പഠിതാക്ക്, അതായത് നേടാനുള്ള അഭിപ്രേരണയുള്ള പഠിതാവ് ഉന്നതമാകുന്ന വിജയ നിലവാരം നേടുന്നു. അപ്പോൾ ഏത് കാര്യം നമ്മൾ ആഗ്രഹത്തോടെ, വളരെ ഇഷ്ടത്തോടെ അതെനിക്ക് വേണം, എനിക്കത് വേണം, അതിനുവേണ്ടി ഞാൻ കഠിനമായി പ്രവർത്തിക്കുമെന്ന് ആഗ്രഹത്തോടെ ഇഷ്ടത്തോടെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉന്നത വിജയത്തിലേക്ക് എത്താൻ സാധിക്കും എന്നാണ് ഈ ഒരു നേടാനുള്ള അഭിപ്രേരണ സിദ്ധാന്തം പ്രകാരം പറയുന്നത്. ക്ലിയർ ആണ്? ഇനി നമുക്ക് അടുത്ത് നോക്കാം. ഡേവിഡ് മക്കാൻഡിൻ്റെ അഭിപ്രായത്തിൽ മനുഷ്യൻ വ്യവഹാരങ്ങളിൽ ഏർപ്പെടുന്നത് പിരിമുറുക്കം കുറച്ച് മാനസികവും കായികവുമായ സന്തുലിതാവസ്ഥയിൽ എത്തിച്ചേരാൻ വേണ്ടിയല്ല, മറിച്ച് കൂടുതൽ നന്നാവാനും തനതായ നേട്ടങ്ങൾ കൈവരിക്കാനും ഗുണമേന്മയുടെ നിലവാരവുമായി സ്വയം താരതമ്യപ്പെടുത്താനും ദീർഘകാല അടിസ്ഥാനത്തിലുള്ള നേട്ടം എന്ന ലക്ഷ്യത്തിനായുള്ള പ്രവർത്തിക്കാനുമുള്ള ആഗ്രഹമാണ്. ഞാൻ ഒന്നുകൂടെ പറയാം, ജസ്റ്റ് കേട്ടിരുന്നാൽ മതി. ഡേവിഡ് മക്കാനിൻ്റെ അഭിപ്രായത്തിൽ മനുഷ്യൻ വ്യവഹാരങ്ങളിൽ ഏർപ്പെടുന്നത് പിരിമുറുക്കം കുറയ്ക്കാനും കുറച്ച് മാനസികവും കായികവുമായ സന്തുലിതാവസ്ഥയിൽ എത്തിച്ചേരാൻ വേണ്ടിയല്ല, മറിച്ച് കൂടുതൽ നന്നാവാനും തനതായ നേട്ടങ്ങൾ കൈവരിക്കാനും ഗുണമേന്മയുടെ നിലവാരവുമായി സ്വയം താരതമ്യപ്പെടുത്താനും ദീർഘകാല അടിസ്ഥാനത്തിലുള്ള നേട്ടം എന്ന ലക്ഷ്യത്തിനായി പ്രവർത്തിക്കാനുമുള്ള ആഗ്രഹം കൊണ്ടാണ് കേട്ടോ. ക്ലിയർ ആണ്? അടുത്ത പോയിന്റ് നോക്കാം. നേടാനുള്ള അഭിപ്രേരണ വളർത്താൻ അധ്യാപകർ കുട്ടികളെ അനുസൂത്രം പ്രോത്സാഹിപ്പിക്കുകയും വിജയികളെ ഉടനടി പ്രബലനം ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ എന്താണ് നേടാനുള്ള അഭിപ്രായം? അത് നമുക്ക് ഒരു കോമ്പറ്റീഷൻ മെൻറ്റാലിറ്റി കൊണ്ടുവരിക എന്നുള്ളതാണ്. കോമ്പറ്റീഷൻ, അതായത് നമുക്കറിയാം, നമ്മൾ കൊച്ചിലെ നമ്മൾ സ്കൂളുകളിലൊക്കെ പഠിക്കുമ്പോൾ അധ്യാപകർ എന്താണ് ചെയ്യുന്നത്, പഠിച്ചു കഴിഞ്ഞാൽ നല്ല മാർക്ക് കിട്ടി കഴിഞ്ഞാൽ ഒരു മുട്ടായി തരും, അങ്ങനെയൊക്കെ തരത്തില്ല. അപ്പോൾ അതിലൂടെ എന്താണ്, നമുക്ക് ഇന്ന് എനിക്ക് പരീക്ഷയ്ക്ക് മാർക്ക് കുറവാണ്, എൻ്റെ ഒരു കൂട്ടുകാരന് മുട്ടായി കിട്ടിയിട്ടുണ്ടെങ്കിൽ അടുത്ത പരീക്ഷയ്ക്ക് ഞാൻ മാർക്ക് മേടിച്ച് മുട്ടായി മേടിക്കണം എന്നുള്ളൊരു മെൻറ്റാലിറ്റി എൻ്റെ തലയിൽ ഓടും, മോട്ടിവേഷൻ ഓടും. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. നേടാനുള്ള അഭിപ്രേരണ വളർത്താൻ അധ്യാപകർ കുട്ടികളെ അനുസൂത്രം പ്രോത്സാഹിപ്പിക്കുകയും വിജയികളെ ഉടനടി പ്രബലനം ചെയ്യുകയും ചെയ്യുന്നു. ഇനി നമുക്ക് നേടാനുള്ള അഭിപ്രേരണ എങ്ങനെ വർദ്ധിപ്പിക്കാം, എങ്ങനെ വികസിപ്പിക്കാം എന്ന് നോക്കാം. അപ്പോൾ നിങ്ങളോടത് വ്യക്തി ജീവിതത്തിലും ഒന്ന് പഠിച്ചു വെക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് നോക്കാം. വീട്ടിൽ ആദ്യകാലത്ത് ലഭിക്കുന്ന പരിശീലനം. നമുക്കറിയാം, നമ്മുടെ കുട്ടികളെയൊക്കെ നമ്മൾ കൊച്ചിലെ മുതലേ നമ്മൾ എന്താണ് അവനെ എന്ത് കാര്യം ചെയ്യും, ചില കുട്ടികളാണ് ചില കാര്യങ്ങൾ ചെയ്യാൻ പോകും. ഇപ്പോൾ ഒരു സൈക്കിൾ ഓടിക്കാൻ പോകും, അപ്പോൾ വീട്ടുകാർ പറയും എടാ ഓടിക്കല്ലേ, നിന്നെ കൊണ്ട് അത് പറ്റത്തില്ല, അല്ലെ ഇന്നത് പഠിക്കാൻ പോകും പറയും നിന്നെ കൊണ്ട് അത് പറ്റത്തില്ല. പണ്ടത്തെ കാലത്തൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു, നമ്മുടെ കൊച്ചിലെ കാലത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമ്മളോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇന്നത്തെ കാലത്തിൽ കുറച്ച് പേരൻസ് കുറച്ചുകൂടെ അപ്ഡേറ്റഡ് ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരിക്കലും നമ്മൾ കുട്ടികളോട് പറയല്ല. ഇന്നത്തെ കാലത്ത് ആരും അങ്ങനെ പറയുന്നില്ല. നമ്മളൊരു കുട്ടിക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ആ കുട്ടിയെ അതിന് വിടുക, അതിനുവേണ്ടി അവനെന്ത് പരിശീലിപ്പിക്കുക, അതിനുവേണ്ടി അവന് അഭിപ്രേരണ അഥവാ മോട്ടിവേഷൻ കൊടുക്കുക എന്നുള്ളതാണ് പറയുന്നത്. വീട്ടിൽ ആദ്യകാലത്ത് ലഭിക്കുന്ന പരിശീലനം, അതായത് ഒരു കൊച്ചുകുട്ടിക്ക് വീട്ടിൽ ആദ്യകാലത്ത് ലഭിക്കുന്ന ഒരു പരിശീലനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ നേടാനുള്ള അതായത് അഭിപ്രേരണയും അവൻ്റെ ഒരു വ്യക്തി ജീവിതത്തിൽ അത് വളരെയധികം സ്വാധീനം ചെലുത്തും. അപ്പം നമ്മുടെ കൂട്ടുകാരികളൊക്കെ കാണുന്നുണ്ടെങ്കിൽ അവരുടെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ, നിങ്ങൾ ചെറിയ കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികളെ വീട്ടിൽ ചെറിയ കുട്ടികളുണ്ടെങ്കിൽ അവരുടെ ഈ കാലത്തെ എന്തെങ്കിലും ആഗ്രഹങ്ങളോ അതുപോലെ എന്തെങ്കിലുമൊക്കെ പഠിക്കണമെന്നൊക്കെ അവർ ആഗ്രഹം പുലർത്തും. സൈക്കിൾ പഠിക്കാനായിരിക്കും, ചിലപ്പം ഫുട്ബോൾ കളിക്കാനായിരിക്കും. അപ്പോൾ അതിനൊന്നും നിരുത്സാഹപ്പെടുത്തരുത്, മാക്സിമം നിങ്ങൾ മോട്ടിവേഷൻ കൊടുത്തുകൊണ്ടേയിരിക്കണം. അതാണ് ഇവിടെ പറയുന്നത്, വീട്ടിൽ ആദ്യകാലത്ത് ലഭിക്കുന്ന പരിശീലനം. അടുത്തത്, തങ്ങളെ പറ്റി അധ്യാപകർ പുലർത്തുന്ന പ്രതീക്ഷ. നമുക്കറിയാം, ഓരോ കുട്ടികളൊക്കെ നല്ല രീതിയിൽ പഠിച്ച് നല്ലൊരു ഇതിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ അധ്യാപകർ കുട്ടികളിൽ ഒരു പ്രതീക്ഷ കൊടുക്കുമല്ലോ, അതുപോലെ തന്നെ ലഭിക്കുന്ന മാർഗ്ഗദർശനം, അതായത് അധ്യാപകർ ലഭിക്കുന്ന മാർഗ്ഗദർശനം അധ്യാപകരും പേരൻസും ഒക്കെ കൊടുക്കുന്നത്. പിന്നെ സമൂഹത്തിൻ്റെ സാമൂഹ്യ ദർശനം, നമ്മൾ നല്ലൊരു സമൂഹം നമ്മുടെ ചുറ്റും ഉണ്ടെങ്കിൽ എന്താണ് ആ കുട്ടിക്ക് നല്ലൊരു നേടാനുള്ളൊരു അഭിപ്രേരണ കാര്യങ്ങളൊക്കെ ലഭിക്കും. അതുപോലെ തന്നെ മഹാത്മാരെയും അവരുടെ നേട്ടങ്ങളെയും കുറിച്ചുള്ള കഥകൾ. അപ്പോൾ നമ്മൾ നമ്മുടെ കുട്ടികളെ എന്താണ് കാണിച്ചു കൊടുക്കേണ്ടത്, അച്ചീവ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ APJ അബ്ദുൽ കലാം സാറിൻ്റെ വീഡിയോസ്, അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ, അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്തിട്ടുള്ള ആൾക്കാർ ഒരുപാട് നമ്മുടെ ഇടയിലും ഒക്കെ കാണുമല്ലോ. അപ്പോൾ അവരുടെയൊക്കെ വീഡിയോസൊക്കെ മാക്സിമം നമ്മുടെ കുട്ടികളെ ഒന്ന് കാണിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ അവരുടെ കഥകളൊക്കെ ഒന്ന് കുട്ടികളെ ഒന്ന് പറഞ്ഞ് പഠിപ്പിക്കുക. അതൊക്കെ കുട്ടികളിൽ
ഒരു നേടാനുള്ള ഒരു കോമ്പറ്റേറ്റീവ് മൈൻഡ് സെറ്റ്, അതായത് നേടാനുള്ള ആഗ്രഹം കുട്ടികളിൽ വർദ്ധിപ്പിക്കും. അതുപോലെ തന്നെ നല്ല ക്ലാസ് അന്തരീക്ഷം. ഒരു അധ്യാപകൻ ക്ലാസ്സിൽ വന്ന് വളരെ മോശമായിട്ട് ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ കുട്ടിക്ക് പഠിക്കണമെന്നുള്ളൊരു ആഗ്രഹം തോന്നുമോ? ഒരിക്കലും തോന്നില്ലല്ലോ. അപ്പം നല്ലൊരു ക്ലാസ്, അതായത് കുട്ടിക്കൂടെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ, അതായത് നല്ല ഫ്രണ്ട്ലി ആയിട്ട് തന്നെ ഒരു ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ നമുക്കും ഇഷ്ടപ്പെടും, നമുക്കല്ല കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. നല്ലൊരു രീതി അവരുടെ രീതിയിൽ ഒരു ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുകയും ചെയ്യും, കുട്ടിക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമുക്ക് പഠിപ്പിക്കാൻ സാധിക്കുകയും ചെയ്യും. പണ്ടൊക്കെയാണ് എങ്ങനെയാണ്, ഭയങ്കര റഷായിട്ടാണ് അധ്യാപകർ വന്ന് വളരെ റഫായിട്ടൊക്കെയാണ് നമ്മൾ ഇടപെടുന്നതും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് എന്താണ് പെട്ടെന്ന് തന്നെ മൈൻഡ് റിലാക്സ് ആയിട്ട് പഠിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ അധ്യാപകരുടെ മനോഭാവം, അത് തന്നെയാണ് ഞാനിപ്പം പറഞ്ഞത്. ഇപ്പം ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ സ്കൂളിലൊക്കെ ഒന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ അറിയാം, പൊതുവേ ഇപ്പം അടിയും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ. പണ്ടൊക്കെ നമ്മളൊക്കെ പഠിക്കുമ്പോൾ അടിയൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഇന്നത് പഠിച്ചില്ലെങ്കിൽ, ടേബിൾ പഠിച്ചില്ലെങ്കിൽ ഉടനെ അടി, അല്ലെങ്കിൽ മാത്സ് ടീച്ചറിൻ്റെ അടി, സയൻസ് ടീച്ചറിൻ്റെ അടി എന്നൊക്കെ. ഇന്നത്തെ കാലഘട്ടത്തിൽ അടികളും കാര്യങ്ങളൊക്കെ കുറഞ്ഞു. അപ്പോൾ അധ്യാപകർ കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആവാൻ തുടങ്ങി, കുട്ടികളോട് കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആവാൻ തുടങ്ങി. അപ്പോൾ അധ്യാപകരുടെ മനോഭാവവും ഇതിനെ വികസിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഉത്തരവാദിത്തങ്ങൾ സ്വതന്ത്രമായി ഏറ്റെടുക്കാൻ ലഭിക്കുന്ന സന്ദർഭം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചില കാര്യങ്ങൾ ചില കുട്ടികൾ പറയും, ഞാൻ സൈക്കിൾ ഓടിച്ചോട്ടെ എന്ന് ചോദിക്കുമ്പം പല മാതാപിതാക്കളും പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, എടാ ഇപ്പോൾ നിനക്ക് ഓടിക്കാനുള്ള പ്രായമായിട്ടില്ല, അല്ലെ പറയും നിന്നെ കൊണ്ട് ഓടിക്കാൻ കഴിയില്ല എന്നൊക്കെ പറയത്തില്ലേ. അതാണ് പറയുന്നത്. അങ്ങനെ ഒരിക്കലും പറയില്ല. അവൻ അതിൻ്റെ സൈക്കിൾ ഓടിക്കാനൊരു പ്രായമായെങ്കിൽ അവനെ ഓടിക്കാൻ മാക്സിമം വിടുക എന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ ഉത്തരവാദിത്തങ്ങൾ സ്വതന്ത്രമായി ഏറ്റെടുക്കാൻ ലഭിക്കുന്ന സന്ദർഭം. അപ്പം ഞാൻ ഒന്നുകൂടെ പറയാം, നേടാനുള്ള അഭിപ്രേരണ എങ്ങനെ വികസിപ്പിക്കാം? വീട്ടിൽ ആദ്യകാലത്ത് ലഭിക്കുന്ന പരിശീലനം, തങ്ങളെപ്പറ്റി അധ്യാപകർ പുലർത്തുന്ന പ്രതീക്ഷ, ലഭിക്കുന്ന മാർഗദർശനം, സമൂഹത്തിൻ്റെ സാമൂഹ്യ ദർശനം, മഹാത്മാരെയും അവരുടെ നേട്ടങ്ങളെയും കുറിച്ചുള്ള കഥകൾ, നല്ല ക്ലാസ് അന്തരീക്ഷം, അധ്യാപകരുടെ മനോഭാവം, അതുപോലെ തന്നെ ഉത്തരവാദിത്തങ്ങൾ സ്വതന്ത്രമായി ഏറ്റെടുക്കാൻ ലഭിക്കുന്ന സന്ദർഭം. അതുപോലെ തന്നെ 2 പോയിന്റ് ഉണ്ട്, സമർപ്പണവും ഉണ്ട്, അതുപോലെ തന്നെ സാമൂഹിക അന്തരീക്ഷം ഉണ്ട് കേട്ടോ. അപ്പം സാമൂഹിക അന്തരീക്ഷം ഒരു കുട്ടിയുടെ നേടാനുള്ള പ്രേരണ വികസിപ്പിക്കുന്നതാണ് സമർപ്പണം, അതുപോലെ തന്നെ സാമൂഹിക അന്തരീക്ഷം. ഇനി നമുക്ക് അടുത്ത് നോക്കാം, ഒഴിവാക്കാനുള്ള പ്രേരണ അഥവാ അവോയ്ഡൻസ് മോട്ടീവ്. ഒഴിവാക്കാനുള്ള പ്രേരണ എന്താണെന്ന് നോക്കാം. പരാജയമോ ഭയമോ ഒഴിവാക്കാനുള്ള ഒഴിവാക്കാനുള്ള പ്രേരണ എന്നറിയപ്പെടുന്നു. ഇത്തരം പ്രേരണ ഉള്ളവർ പരാജയങ്ങൾക്കിടയിലും നേട്ടം കൈവരിക്കാൻ പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കും കേട്ടോ. അപ്പോൾ ഒഴിവാക്കാനുള്ള പ്രേരണ അഥവാ അവോയ്ഡൻസ് മോട്ടീവ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമുക്കറിയാം, നമ്മുടെ കൂട്ടത്തിൽ പല ആൾക്കാരും ഇപ്പം നമ്മുടെ കേരള PSC പരീക്ഷയുമായിട്ട് കണക്ട് ചെയ്യാം. ഒരു പരീക്ഷ എഴുതി കഴിഞ്ഞാൽ ഫസ്റ്റ് പരീക്ഷ എഴുതുന്ന ആൾ എപ്പോഴും ലിസ്റ്റിൽ വരുമോ? ഇല്ലല്ലോ. അവൻ പല പരീക്ഷകൾ എഴുതിയിട്ടല്ലേ ലിസ്റ്റിൽ വരുന്നത് എന്ന് പറഞ്ഞതിൻ്റെ കൂട്ടാണ് നമ്മൾ ഒരുപാട് പരാജയങ്ങൾ വന്നു കഴിഞ്ഞാൽ പോലും നമ്മൾ അതിനെല്ലാം തരണം ചെയ്ത് തന്നെ നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതാണ് ഒഴിവാക്കാനുള്ള പ്രേരണ. അപ്പോൾ ഒഴിവാക്കാനുള്ള പ്രേരണ ഉള്ളവരെന്താണ്, വൻ പരാജയങ്ങൾക്കിടയിലും നേട്ടം കൈവരിക്കാൻ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾ ആ 12th ഫെയിൽ എന്ന് പറഞ്ഞ് നമ്മുടെ നാഷണൽ ഫിലിം അവാർഡ് കിട്ടിയൊരു സിനിമയില്ലേ 12th ഫെയിൽ, ആ സിനിമയ്ക്കകത്ത് അതുപോലെയാണ് പറയുന്നത്. അതിനകത്ത് ഒരു IPS ഓഫീസർ ആവുന്ന കഥാനായകൻ +2 തോറ്റ ഒരാളാണ്. അപ്പോൾ അയാൾ തോറ്റിട്ടും അയാൾ +2 പിന്നെ എഴുതിയെടുത്തു, അതുപോലെ തന്നെ IPS ഡിഗ്രി എടുത്തു, അതിനുശേഷം IPS എടുത്തു. അപ്പോൾ അയാളുടെ ഉള്ളിൽ ഒഴിവാക്കാനുള്ള പ്രേരണയുണ്ട്, അതായത് ആ ഒരു പ്രേരണയുണ്ട്. ആ പ്രേരണ ഉള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന് വൻ പരാജയങ്ങൾക്കിടയിലും നേട്ടം കൈവരിക്കാൻ പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കുമെന്നാണ് അവോയ്ഡൻസ് മോട്ടീവ് അഥവാ ഒഴിവാക്കാനുള്ള പ്രേരണ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണേ? ഇനി നമുക്ക് അവസാനത്തെ പോയിന്റാണ്, അഭിപ്രേരണ വളർത്താനുള്ള മാർഗ്ഗങ്ങൾ അഥവാ മോട്ടിവേഷൻ വളർത്താനുള്ള മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ്. ഫസ്റ്റ് തന്നെ നമുക്കൊരു ലക്ഷ്യം നിർണ്ണയിക്കണം. അപ്പോൾ നമ്മുടെ ഈ ഒരു പരീക്ഷയായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. ലക്ഷ്യം നിർണ്ണയിക്കൽ, അതായത് നമ്മുടെ ഈ ഒരു ഫീമെയിൽ അസിസ്റ്റൻറ്റ് പ്രൊഫഷണൽ ഓഫീസർ പരീക്ഷ നമുക്ക് വേണമെന്നുള്ളൊരു ലക്ഷ്യം നമ്മൾ ഫസ്റ്റ് നിർണ്ണയിക്കും. അത് നിർണ്ണയിച്ചല്ലോ. അടുത്ത നോക്കാം, ഹൃദ്യമായ അന്തരീക്ഷം സൃഷ്ടിക്കൽ. ഇനി നമുക്ക് പഠിക്കാനുള്ള അന്തരീക്ഷം നമ്മൾ സൃഷ്ടിക്കണം. അതുപോലെ തന്നെ പുതിയ പഠനത്തെ മുൻ അനുഭവങ്ങളുമായി ബന്ധപ്പെടുത്തൽ. അപ്പോൾ സിലബസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മുടെ പുതിയ പഠനത്തെ മുൻ അനുഭവങ്ങളുമായി ബന്ധപ്പെടുത്തൽ. അതുപോലെ തന്നെ കാര്യക്ഷമമായ ബോധനാ തന്ത്രങ്ങൾ സ്വീകരിക്കൽ. അഹത്തിൻ്റെ പങ്കാളിത്തം വർദ്ധിപ്പിക്കൽ. ക്ലിയർ ആണ്? അഹത്തിൻ്റെ പങ്കാളിത്തം വർദ്ധിപ്പിക്കൽ. അതുപോലെ തന്നെ നേട്ടത്തെക്കുറിച്ച് ഉടനടിയുള്ള ഫീഡ്ബാക്ക് നൽകൽ, ആരോഗ്യകരവും മത്സരവുമായ സഹകരണം പ്രോത്സാഹിപ്പിക്കൽ. അതുപോലെ തന്നെ പ്രശംസ ഓർ സമ്മാനം നൽകുക എന്നാണ്. അപ്പോൾ നമുക്കൊന്നുകൂടെ നോക്കാം. നമുക്ക് എന്താ നോക്കാം.
അഭിപ്രേരണ വളർത്താനുള്ള മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ ലക്ഷ്യം നിർണ്ണയിക്കൽ, രണ്ടാമത്തെ ഹൃദ്യമായ അന്തരീക്ഷം സൃഷ്ടിക്കൽ, പുതിയ പഠനത്തെ മുൻ അനുഭവങ്ങളുമായി ബന്ധപ്പെടുത്തൽ, കാര്യക്ഷമമായ ബോധന തന്ത്രങ്ങൾ സ്വീകരിക്കൽ, അഹത്തിൻ്റെ പങ്കാളിത്തം വർദ്ധിപ്പിക്കൽ. ഈ അഹം എന്താണ്? അഹം നമ്മൾ പഠിച്ചതാണ്, ഈഗോ ആണ്. അപ്പോൾ എന്താണ്? ഇതിനെ നിയന്ത്രിക്കുകയും അടക്കി നിർത്തുകയും ചെയ്യുന്ന വൈകാരിക ശക്തിയാണ് അഹം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണ്? 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 മനുഷ്യത്തിൽ എന്താണ്? ഇതെന്താണ്? മനുഷ്യ മനസ്സിൽ വരുന്ന ആഗ്രഹങ്ങളെയാണ് നമ്മൾ ഈദെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ആഗ്രഹത്തെയാണ് ഈദെന്ന് പറഞ്ഞത്. അഹം എന്ന് പറഞ്ഞാൽ ഈദിനെ നിയന്ത്രിക്കാനും അതുപോലെ തന്നെ അടക്കി നിർത്താനും ചെയ്യുന്ന വൈകാരിക ശക്തിയാണ് അഹം എന്ന് പറയുന്നത്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അഹത്തിൻ്റെ പങ്കാളിത്തം വർദ്ധിപ്പിക്കൽ, നേട്ടത്തെക്കുറിച്ച് ഉടനടിയുള്ള ഫീഡ്ബാക്ക് നൽകൽ, ആരോഗ്യകരമായ മത്സരവും സഹകരണവും പ്രോത്സാഹിപ്പിക്കൽ, പ്രശംസ ഓർ സമ്മാനം നൽകൽ എന്നൊക്കെയാണ്. ഇവയൊക്കെയാണ് അഭിപ്രേരണ വളർത്താനുള്ള മാർഗ്ഗങ്ങൾ. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് കേട്ടോ. അപ്പം ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ഇതൊക്കെയായിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. ഇനി നമുക്ക് ഒരു ക്ലാസ് കൂടെ വരുന്നുള്ളൂ സൈക്കോളജിയുമായി ബന്ധപ്പെട്ട്. ആ ഒരു ക്ലാസ് നമ്മളിനി ബുദ്ധി സിദ്ധാന്തമൊക്കെയാണ് വരുന്നത്. അതോടെ ഒരു ക്ലാസ് കൂടെ കഴിഞ്ഞാൽ സൈക്കോളജിയുടെ ക്ലാസ് നമുക്ക് ഉടനെ കഴിയും. അതിനുശേഷം നമ്മൾ മോക്ക് ടെസ്റ്റുകൾ നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ്. മോഡൽ ക്വസ്റ്റ്യൻസ്, PYQ ക്വസ്റ്റ്യൻസ് ഒക്കെ ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തണം. അഭിപ്രായങ്ങളൊന്ന് മാക്സിമം രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, അഭിപ്രായങ്ങളൊന്ന് രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ മാക്സിമം ഒന്ന് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങൾ ഹൈപ്പ് ചെയ്യണം. ഹൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന ഒരു വലിയൊരു സപ്പോർട്ട് കൂടിയായിരിക്കും. ബാക്കിയുള്ള കൂട്ടുകാർക്കൂടെ റെക്കമെൻഡേഷൻ ചെല്ലുന്നതാണ്. അതിലൂടെ നമുക്കും ഒരു സപ്പോർട്ട് കിട്ടും, റീച്ച് കിട്ടും. അപ്പോൾ നമ്മൾ വളരെ എഫേർട്ട് എടുത്താണ് ഈ ഒരു ഇത്ര ടൈപ്പ് ചെയ്തൊക്കെ നിങ്ങൾക്ക് മുമ്പിൽ ക്ലാസ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ അതിനുണ്ടെന്ന ഒരു റിസൾട്ട് നമുക്ക് കുറവാണ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ മാക്സിമം പറയുന്നത്, മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യണം, ഒന്ന് ഹൈപ്പ് ചെയ്യാനും ഒന്ന് മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും. അപ്പം പുതിയ സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ ക്ലാസ്സസും അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് ക്ലാസ്സിൽ, ചാനലിൽ. അതൊക്കെ ഒന്ന് മാക്സിമം കാണാൻ ശ്രമിക്കുക. അപ്പം പുതിയൊരു ക്ലാസ്സുമായിട്ട് വരുന്നവരായിരിക്കും. താങ്ക് യു.